നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒന്നല്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു ക്ലാസിക് മൂവിയാണ് മണിച്ചിത്രത്താഴ്. എനിക്ക് ഇപ്പോഴും അത് മിക്കവാറും ഏഷ്യാനെറ്റിൽ വരുന്ന സിനിമയാണ്. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് തോന്നുന്നു അവർ ആ ഫിലിം ഇടുമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ് അതിലെ തമാശയും മറ്റു കാര്യങ്ങളും. അപ്പം ഞാനത് പറയാൻ വന്നതെന്ന് വെച്ചാൽ അതിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് അതിനതിൽ പറയുന്നത് അല്ലേ. അത് ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു അസുഖം രണ്ട് രീതിയിൽ സോൾവ് ചെയ്യുകയാണ്. ഒന്ന് രോഗിയുടെ ഇഷ്ടപ്രകാരമുള്ള രീതിയിലും ഒന്ന് ഒരു ഡോക്ടറിൻ്റേതായിട്ടുള്ള ഇഷ്ടപ്രകാരമുള്ള രീതിയിലും അല്ലേ. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കൊരു തലവേദന വരുന്നു. തലവേദന വരുമ്പം സ്വാഭാവികമായിട്ടും എന്താണ് ആ തലവേദന മാറുന്നില്ല എന്നൊക്കെ ഉള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളതിന് മരുന്ന് മേടിക്കുക, ഡോക്ടറിനെ കാണാം. ചിലരെന്ത് ചെയ്യും, എന്തോ തലവേദന, എന്താണ് കാര്യം, ആരെങ്കിലും പ്രാക്ക് കിട്ടിയതായിരിക്കും എന്ന് കരുതിയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഒരു ചരടൊക്കെ ജപിച്ച് അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അല്ലേ. അങ്ങനെ ചെയ്യുന്ന ഒരു മനസ്സുണ്ട്. അപ്പം മരുന്നും മന്ത്രവും എന്ന് പറയുന്നതാണ് അതിൽ വന്നിരിക്കുന്നത്. ഞാനൊരിക്കലും ഈ രണ്ട് രീതിയിലും തെറ്റ് കാണുന്നില്ല. കാരണം ആ സിനിമയിൽ പറയുന്ന പോലെ ഒരാളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അതാണ് അയാളെ നിയന്ത്രിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് തോന്നുകയാണ് എനിക്ക് തലവേദന വന്നത് ആരുടെയോ പ്രാക്ക് മൂലമാണ് എന്നെൻ്റെ മനസ്സിൽ കിടക്കുകയാണെങ്കിൽ ഞാനത് മരുന്ന് കഴിച്ചാലും എൻ്റെ മനസ്സിൽ നിന്ന് ആ വേദന മാറില്ല. നമ്മൾ തലവേദന പോയി എങ്കിലും നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും തലവേദന ഉണ്ടെന്ന്. കാരണം എൻ്റെ മനസ്സിൽ കിടക്കുന്ന എന്താണ്, മറ്റൊന്നാണ്. എൻ്റെ മനസ്സിൽ നിന്ന് അത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു അമ്പലത്തിലോ പള്ളിയിലോ പോയി ഒരു ചരട് ജപിക്കുകയോ മറ്റെന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴേ അത് മാറുകയുള്ളൂ. ചിലർ എന്ത് ചെയ്യും, അമ്പലത്തിൽ പോവും, വഴിപാട്, അതിൻ്റെ കൂടെ ഒരു മരുന്നും കൂടെ കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പം തലവേദന മാറുന്നത്. അത് ആ മനസ്സിൽ നമ്മൾ ഉള്ളിൽ പതിഞ്ഞു കിടന്നിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സ്ഥിരം എന്ന് ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ അവൾക്ക് തലവേദനയാണ്. അപ്പോൾ അവൾ പെട്ടെന്ന് ഒരു മരുന്ന് കഴിക്കും. അങ്ങനെ മരുന്ന് കഴിക്കുന്ന ഒരു കുട്ടി, അത് അവളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയാണത്. പലപ്പോഴും അവൾക്ക് ആ ഒരു ഫീലുണ്ട്, എനിക്ക് അസുഖമുണ്ട് അല്ലെങ്കിൽ എനിക്ക് തലവേദന വരും എന്നുള്ള ചിന്ത തന്നെയുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് അവളോട് പറയാം, അതൊക്കെ മനസ്സിൻ്റെയും കൂടെ ചിന്തയാണ് എന്നൊക്കെ പറയാം. ചിലർക്ക് എന്താണ്, ഒരു ചെറിയ കാര്യമാണെങ്കിലും ആലോചിച്ച് അതിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കും. ഇപ്പം നമ്മൾ ആ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിലും എനിക്കറിയാം, വേണ്ടപ്പെട്ട ഒരാളോട് ഞാൻ ചോദിച്ചു, ഈ യഥാർത്ഥത്തിൽ ഈ നമ്മളീ പറയുന്ന മന്ത്രവാദം ഇല്ലെങ്കിൽ ബാധ ഒഴിപ്പിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അപ്പോൾ ഇതിലെന്താണ് യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളത്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ സിനിമയുടെ കാര്യം പറഞ്ഞതുപോലെ അതായത് നമ്മളുടെ മനസ്സിൻ്റെ ഒരു തോന്നലുണ്ട്. ഒരു പക്ഷേ ആ സിനിമയിലെ പോലെ എവിടെ നിന്നൊക്കെയോ നമുക്ക് ആർജിച്ചെടുത്ത കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ ഉള്ളിൽ പതിപ്പിച്ച കാര്യങ്ങളുണ്ട്. ഇത് പ്രേതമുണ്ട്, ആത്മാവുണ്ട്, നമ്മുടെ ശരീരത്ത് ബാധ കയറും, അത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള കുറേ ധാരണകൾ നമ്മളുടെ മനസ്സിലുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്ക് പോകല്, ഇന്ന സമയത്ത് ഇന്നതൊഴി പോകല്, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത നമ്മൾ എന്താണ് കുഞ്ഞിലെ തൊട്ട് നമ്മുടെ മനസ്സിൽ കയറിയതാണ്. അപ്പോൾ നമ്മളുടെ മനസ്സ് ആ ഒരു ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. അപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് നിരീശ്വരവാദത്തിൻ്റെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളുകയില്ല. അല്ലാതെ നിങ്ങൾക്ക് തോന്നലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഉൾക്കൊള്ളുക. ഇപ്പം മണിച്ചിത്രത്താഴിലെ അതേ കാര്യം അത് റിയലാണ്. ആ ഒരു സംഭവം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുണ്ടായി എന്നുള്ളതല്ല, പക്ഷെ മനസ്സിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. മനസ്സിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, അതിൽ നിന്ന് മാറ്റാൻ പറ്റും. ഇപ്പോൾ ശോഭനയെ കൊണ്ടുപോയി വേണമെങ്കിൽ മരുന്നോ മന്ത്രത്തിന് പകരം മരുന്നോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ അവരുടെ മനസ്സിൽ പതിഞ്ഞുപോയ മറ്റൊരു കാര്യമുണ്ട്. അതിൽ നിന്ന് അവരെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ വിചാരിച്ചാൽ അങ്ങനെ പറ്റില്ല. അവരേത് വഴിയാണോ സ്വീകരിച്ചത് ആ വഴിയേ പോയി അതിലൂടെ അവരുടെ അസുഖം മാറ്റുകയാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ആ രീതിയാണ് അവർക്ക് നല്ലത്. അവർ ആർജിച്ച് വെച്ചിരുന്ന, മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തീം വഴി അതുവഴി പോകുന്നു. അതിലൂടെ അവരുടെ ആ രോഗാവസ്ഥയിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏത് വഴിയെ പോകുമ്പോഴാണ്
തെറ്റ് സംഭവിക്കുന്നത് ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്കതേ വഴി തന്നെ പോകാം. തെറ്റായ വഴിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ വഴിയിലേക്ക് വരാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ഒരു വഴി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടവഴി വേറെ കാണും. നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ വഴി തെറ്റിയിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഇടവഴി കയറിപ്പോവും. പോയിട്ട് കുറേ ദൂരം ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് തെറ്റിയിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ അവിടെ നിൽക്കാതെ എന്ത് ചെയ്യണം? തിരിച്ച് ഏതാണോ നമ്മൾ തുടങ്ങിയ സ്ഥലം അവിടെ നിന്ന് ആരോടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് നമ്മൾ നേരായ വഴിയിൽ പോകണം. അപ്പം നമ്മൾ വഴി തെറ്റിയ മനസ്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ ആ തെറ്റിയ സ്ഥാനത്തൊന്നും കൊണ്ടുവരാനും നമുക്ക് പറ്റണം. അപ്പം ഇത് മാനസികമായിട്ടുള്ള ഒരു ചിന്താഗതിയുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ആ സിനിമയിൽ അത് പറയുന്നുണ്ടെങ്കിൽ അത് ശരിയായൊരു കാര്യമാണ്. ഇന്ന് പലർക്കും പ്രായം കുറഞ്ഞ ആളുകൾക്ക് പോലും ഈ വിശ്വാസങ്ങൾ കൂടുതലാണ്. അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ കൂടുതലായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അത് അവരുടെ വീടുകളിൽ നിന്ന് അവർക്ക് ആർജിച്ചെടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവരുടെ മനസ്സിനെ മറ്റൊന്ന് പറഞ്ഞ് അതിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമാണ്. കാരണം അത് അവരുടെ വിശ്വാസമാണ്. അതിൽ നിന്ന് അവർ മാറുകയില്ല. അപ്പോൾ എന്താണ്? ഇത്തരത്തിൽ ഉള്ള കുറുക്കു വഴികളിലൂടെ അവരുടെ മനസ്സിനെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയും. നമുക്ക് ലക്ഷ്യം എന്താണ്? അവരുടെ ആ ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു അസുഖം മാറ്റുക എന്നുള്ളതാണ്. അതിന് വേറെ ഏത് മാർഗവും നല്ലത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. അപ്പം ഏത് മാർഗമാണോ പറ്റുന്നത് ആ മാർഗത്തിലൂടെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക. ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഏത് മാർഗം എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു ദോഷമാവാത്ത രീതിയിലാവാൻ ശ്രദ്ധിക്കുകയും വേണം. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട്. ശരിയല്ലേ?